ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരു കുട്ടി കമൻറ്റ് ചെയ്തത് തോന്നിയതെല്ലാം വ്ളോഗാണോ എന്ന്. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞാൻ എന്തായാലും റൂം ക്ലീൻ ചെയ്യാം. കാശി ബേബി പൊന്നാ വേണ്ടമ്മ കുളിക്കാനിരുത്തിയേക്കുന്നു കേട്ടോ. അതാ തോന്നിയതെല്ലാം വ്ളോഗാക്കുകയാണോ എന്ന്. ഞാൻ എന്തായാലും ഇവിടെ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. സോ ആ ടൈമിൽ വർത്താനം പറഞ്ഞുകൊണ്ട് ചെയ്യുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ അത്യാവശ്യം റൂമൊക്കെ നീറ്റാക്കി ഇടുന്നൊരു വ്യക്തിയാണ് കേട്ടോ. പക്ഷേ കഴിഞ്ഞ ദിവസം ഡ്രസ്സ് കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം എടുത്ത് വെക്കും. ബാസ്ക്കറ്റിലിട്ട് വെച്ചതിന് ശേഷമാണ് വാഷ് ചെയ്യുന്നത്. എൻ്റെ മാത്രമല്ല ഉള്ളൂ, എൻ്റേത് മാത്രം ഞാൻ സെപ്പറേറ്റ് ആണ് വാഷ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. സിസ്റ്റർ തന്നെ ചെയ്യും, വല്യച്ഛൻ്റെയും വല്യമ്മച്ചി ചെയ്യും, അമ്മാമ്മയുടെയും വല്യമ്മച്ചി ചെയ്യും, പിന്നെ എന്തുവാ ചേട്ടത്തിയുടെയും ചേട്ടത്തി ചെയ്യും. അപ്പം സെപ്പറേറ്റ് ആണ് വാഷ് ചെയ്യാറുള്ളത്. അപ്പം എൻ്റേത് വാഷ് ചെയ്യുമ്പോൾ ഞാൻ ഇതാണ് 3-4 ദിവസത്തെ എടുത്ത് വെച്ചിട്ട് അങ്ങനെയാണ് വാഷ് ചെയ്യാറുള്ളത്. എല്ലാ ദിവസവും പോയി വാഷ് ചെയ്യാനുള്ള മടി കൊണ്ടിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാകുമ്പോഴത്തേനും ഒറ്റയടിക്ക് എല്ലാം കൂടെ കഴിയുമല്ലോ, നൂത്തിടലായാലും കഴുകലായാലും എല്ലാം കൂടെ. സോ അങ്ങനെ വാഷ് ചെയ്ത് കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലും പോകാനായിട്ട് റെഡിയാവാനായിട്ട് നിൽക്കുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഇട്ട് നോക്കാതെ കാര്യം എനിക്കത് ചേർത്തില്ല. പിന്നെ അതെടുത്ത് ചെയറിൽ പോയി ഞാൻ ഈ ചെയർ ഇവിടെ കൊണ്ടിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്തായാലും എന്നെ കാണാൻ വരും, അവർക്കൊക്കെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടിട്ടത്. പക്ഷെ അതിപ്പോൾ അബദ്ധമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സൊന്നും അതിനകത്ത് വെക്കൂലായിരുന്നു. അന്നേരം മടക്കിയും കളമരിൽ വെച്ചേനെ. അപ്പം അത് കുറച്ച് മടക്കി വെക്കാനുണ്ട്. പിന്നെ ബെഡ് ഞാനിപ്പം 2 ദിവസം ആയതേ ഉള്ളൂ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട്. അതുകൊണ്ട് ബെഡ്ഷീറ്റ് ഒന്നും മാറ്റില്ല. 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാറുള്ളൂ. കാര്യം ഇതിനകത്ത് കയറിയിട്ട് മാറ്റുന്നതിന് ഭയങ്കര പാടാണ്. ഞാൻ തനിച്ചല്ല അതുകൊണ്ടിട്ട് മാറ്റാറുള്ളത്. മുന്നേ അങ്ങനെ തന്നെയാണ്. പ്രഗ്നൻ്റ് അതിന് ശേഷം ഒട്ടും പറ്റത്തില്ല. അവിടെ കയറി അവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മെനക്കേടാണ്. ബെഡ് പിടിച്ച് പൊക്കണം, അയ്യോ ടാസ്ക് ആയതുകൊണ്ടിട്ട് ഞാൻ ചെയ്യാറില്ല. ചേട്ടത്തി വിളിച്ചിട്ട് ചേട്ടത്തി ഞാനും കൂടെയാണ് ചെയ്യാറുള്ളത്. അപ്പം ഇതിപ്പോൾ മാറ്റുള്ളൂ, അതുകൊണ്ട് അത് മാറ്റണ്ട. നമുക്ക് റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്യാം, അതാണ് വീഡിയോ. സത്യത്തിൽ അടുക്കി പറക്കി വെക്കല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ കുറച്ച് കളക്ഷൻസൊക്കെ, ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞാനൊരു ഡ്രസ്സ് കാണിച്ചു, ഒരു സാരി കാണിച്ചു തരാം. ഇത് കണ്ട, ഇത് അയ്യോ പേജിൻ്റെ പേര് ഞാൻ പറഞ്ഞു. എനിക്ക് ഏതോ ഒരു പേജിൽ നിന്ന് കൊളാബിന് കിട്ടിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേജ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കേട്ടോ, ഞാൻ അയച്ചു തരാം. 750 രൂപയുള്ളൂ ഈ സാരിക്ക്. 750 രൂപയ്ക്ക് ഭയങ്കര വേർത്തല്ലേ. ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തേ ഉള്ളൂ. ഞാനിത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്ത് വെച്ചാൽ. ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. കാണാൻ നല്ല ഭംഗി. ഞാൻ ഉടുത്തിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്കൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റിയ ടൈപ്പിലുള്ള സാരി. അപ്പോൾ നമുക്ക് റൂം ക്ലീൻ ചെയ്യാം. കാശി ബേബിനെ കുളിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. ആ സമയത്ത് വേണം എനിക്ക് വീഡിയോ എടുക്കാം. ഇല്ലാന്നെ വീഡിയോ എടുപ്പൊന്നും നടക്കത്തില്ല. അതാ ഓടിപ്പോയിട്ട് കുന്നോളം ഉണ്ട് ഡ്രസ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാലേ അപ്പുറത്ത് അലമാരിക്കകത്തിരിക്കായിരുന്നു കാശിയുടെ കുറച്ച് ഡ്രസ്സുകൾ. അത് ഞാൻ എന്ത് ചെയ്ത് ഡോറൊന്ന് ക്ലോസ് ചെയ്തിട്ടെ. അത് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ഇതിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് സ്പേസ് ഉണ്ട്. അപ്പം ആ അലമാരിക്കകത്ത് പുറത്ത് വേറെ അലമാരി ഇരിപ്പുണ്ട്. എൻ്റെ ഡ്രസ്സ് എല്ലാം കൂടി ഇതിനകത്ത് തികയത്തില്ല. അതുകൊണ്ടിട്ട് മുകളിൽ വേറെ അലമാരി ഇരിപ്പുണ്ട്. അതിനകത്ത് 2 അലമാരി 3-4 അലമാരി എന്ന് വെച്ചാൽ ഡ്രസ്സ് ഇരിപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കളയുന്നത് ഇഷ്ടമല്ല. പണ്ട് തൊട്ടേ ഉള്ള ഡ്രസ്സുകളെല്ലാം ഇപ്പോഴും എൻ്റെ ഉള്ളു. ഞാൻ ഏതാണ്ട് 10th പഠിക്കുമ്പോൾ മേടിച്ച ധാവണി വരെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എനിക്കൊന്നും നശിപ്പിച്ച് കളയുന്നത് ഇഷ്ടമല്ല. പിന്നെ കുറേ പേര് എന്നോട് ഡ്രസ്സ് ചോദിക്കാറുണ്ട് കേട്ടോ, ഈ ഡൊണേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഇത്രയും ഡ്രസ്സ് എങ്ങനെ വന്നതാണ് ഞാൻ ഇതിനകത്ത് കൂടുതൽ ബെഡ്ഷീറ്റ് ഇടുമ്പോൾ 2-3 ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോ. അത് അത്ര വലിപ്പത്തിൽ വരുന്നത്. ഞാൻ ഡൊണേറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിട്ട് പലരും ചോദിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്കിടെ ഈ കൊളാബിനൊക്കെ ഡ്രസ്സ് കിട്ടുമ്പം ചോദിക്കും ഡ്രസ്സ് ഡൊണേറ്റ് ചെയ്യാറുണ്ടോ എന്ന്. സോ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ കൂടുതലും വീട്ടിൽ തന്നെ നമ്മൾ കുറേ ഗേൾസ് ഉള്ളതുകൊണ്ടിട്ട് അധികം പുറത്ത് കൊടുക്കേണ്ടി വരില്ല. അതാണ് സത്യം. കാര്യം ഞാനുണ്ട്, അനിയത്തിയുണ്ട്, എൻ്റെ ചേട്ടൻ്റെ വൈഫുണ്ട്, ചേച്ചിമാർ 2 പേരുണ്ട്.
കുറേ പേരുണ്ട്. അപ്പം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് സ്വന്തമായിട്ട് അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇടും കേട്ടോ. എല്ലാവർക്കും ഏകദേശം ഒരേ ഷേപ്പൊക്കെയാണ്. ദേവിക്ക് മാത്രമുള്ള, എൻ്റെ അനിയത്തിക്ക് മാത്രമുള്ള നല്ല മെലിഞ്ഞിട്ട്. ഞാൻ മുന്നേ മെലിഞ്ഞിട്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേന് ഗുണ്ടുപിടി. ഇപ്പം ഞാൻ നല്ല ഗുണ്ടായില്ലേ നോക്ക്. ഇന്നലെ എൻ്റെ വല്യമ്മച്ചി എൻ്റെ അടുത്ത് പറയാം, കണ്ടില്ലേ ചക്കപ്പൂത്ത് കണക്കിരിക്കുന്നത്. നല്ല വണ്ണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നീളമില്ലല്ലോ, കണ്ടോ കുട്ടിയില്ലേ, ഇച്ചിരിയല്ലേ ഉള്ളൂ. എനിക്ക് 147 ഉള്ളൂ കേട്ടോ ഹൈറ്റ്. അതുകൊണ്ടിട്ട് ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉരുളും. ഇതേ കണക്കാണ് വണ്ണം ഞാൻ കുറയ്ക്കുകയും ചെയ്യും കേട്ടോ. കാശിയുടെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് അത് കണക്കായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ വണ്ണം കുറയ്ക്കും. എനിക്ക് വണ്ണം കൂട്ടുകയും ചെയ്യാൻ പറ്റുന്ന ബോഡിയാണ്, എനിക്ക് കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്ന ബോഡിയാണ്. അയ്യോ, അതുകൊണ്ടിട്ടൊരു സമാധാനം. ഞാൻ ഈ ഇടയ്ക്ക് ഇരുന്ന് നിന്നൊക്കെയുള്ള ജോലികളൊക്കെ ചെയ്യും കേട്ടോ. കാശിയുടെ സമയത്ത് ഞാൻ ചെയ്യുമായിരുന്നു. അതുകൊണ്ടിട്ട് എന്താ സുഖമായിട്ട് നോർമൽ ഡെലിവറി ആയിരുന്നു. എനിക്ക് 3 പെയിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോഴും ഞാൻ അതുകൊണ്ടിട്ട് സ്റ്റെയർ കയറി ഇറങ്ങി നടക്കുകയും ഇരുന്ന് നിന്നുള്ള ജോലിയൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഗുണമുണ്ട്. അതുകൊണ്ടിട്ടാണ് എനിക്ക് വേദന. ഞാനൊരു 3 പെയിൻ അറിഞ്ഞു. 3 പെയിനിൽ കാശി വരികയും ചെയ്തു. വലിയ പാടോ കാര്യമോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലായിരുന്നു. അയ്യോ എൻ്റെ മോനെ ചെറുക്ക് എന്തൊക്കെയോ ചെയ്യുന്ന പറഞ്ഞു. കാശി പൈപ്പൊക്കെ തുറന്നിട്ട് കളിക്കുക. ഞാൻ ഈ ഡ്രസ്സൊക്കെ അടുക്കി വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗൗൺസ് ഒരു സെക്ഷനിൽ വെക്കും, ടോപ്പുകൾ ഒരു സെക്ഷനിൽ വെക്കും. അങ്ങനെയാണ് കേട്ടോ വയ്ക്കാറുള്ളത്. അതാകുമ്പോഴത്തേക്കും എനിക്ക് എടുക്കാനും പാടില്ല. ഇനി തിരിഞ്ഞിടക്കുന്നത് ഞാൻ തിരിച്ചിടാറില്ല, അങ്ങനെ തന്നെ മടക്കി വെക്കാൻ കേട്ടോ പതിവ്. മെനക്കിടാൻ വയ്യ, അതാണ് ഒന്നാമത്തെ കാര്യം. കാശി വിളിക്കുമ്പോഴത്തേനും അതൊക്കെ നിർത്തിയൊക്കെ ചെയ്യും, പക്ഷെ പിന്നെയും തുറക്കും. കാശി മമ്മി എടുത്തോണ്ട് പോരുവേ. വെള്ളത്തിൽ കളിക്കുന്നത് കുറച്ച് നേരം ഇഷ്ടമാണ്. ചൂടുവെള്ളം ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് കുറച്ച് നേരം ഇരിക്കുക. ഇതിനകത്ത് പല ഡ്രസ്സും എനിക്ക് ഇപ്പം ഇടാൻ വയ്യ, കാര്യം വയറുള്ളതുകൊണ്ടിട്ട് പലതും കയറുന്നില്ല. ഇതിനിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത ടൈമിൽ ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രസ്സിന് ഇറക്കം കുറവാണ്, ഞാൻ കഫ്താനാണ് ഇട്ടിരുന്നത്. സോ ഈ സാധനമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. വാഷ് ചെയ്തുകൊണ്ട് വെച്ചേക്കുക. ഇതായിരുന്നു ഇട്ടിട്ടുണ്ടായി. ഇത്തിരി ലെങ്ത് ഉള്ളൂ കേട്ടോ. ലെങ്ത് നല്ല ലെങ്ത് ഉള്ളതായിരുന്നു. ഞാനത് കട്ട് ചെയ്ത് ലെങ്ത് കുറയ്ക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇടാനുള്ള കംഫർട്ടിനാണ്. അത് ഞാൻ ഒരു വട്ടം ഇട്ടതാണ്, ഇത് ഞാൻ ഒരു വട്ടം ഇട്ടതാണ്, ഇത് ഞാൻ ഒരു വട്ടം ഇട്ടതാണ്. വാഷ് ചെയ്തില്ല. വാഷ് ചെയ്യാത്തത് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് എടുത്ത് വെക്കും. ഒരു വട്ടവും കൂടി ഇട്ടതിന് ശേഷം വാഷ് ചെയ്തിട്ട് പിന്നെ മടക്കി വെക്കാമല്ലോ. അത് വാഷ് ചെയ്തെല്ലാം സെപ്പറേറ്റ് വെക്കും. അങ്ങനെയാണല്ലോ ഞാൻ ചെയ്യാറുള്ളത്. എല്ലാവരും എങ്ങനെയൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ എൻ്റെ കംഫർട്ട് അനുസരിച്ച് ചെയ്യുന്നത്. ഡ്രസ്സിൻ്റെ കാര്യം അപ്പോൾ ആ കുട്ടി കമൻറ്റ് ചെയ്തു ഡ്രസ്സ് ഭയങ്കര ബോറാണെന്ന് പറഞ്ഞിട്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ കംഫർട്ട് അനുസരിച്ചിട്ടാണ് ഞാൻ എല്ലാ ഡ്രസ്സിങ് ആയാലും എന്തായാലും ഞാൻ എൻ്റെ കംഫർട്ട് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. പ്രഗ്നൻ്റ് ആയതുകൊണ്ടിട്ട് എനിക്ക് കുറച്ച് ലൂസായിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് വലിയുന്ന ടൈപ്പ് ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് കംഫർട്ടാണ്. ഞാൻ അതനുസരിച്ചുള്ളത്. പിന്നെ കോട്ടൺ കൂടെ ആണെന്നുണ്ടെങ്കിൽ സുഖം ചൂടിൻ്റെ സമയത്ത്. ഉള്ളിൽ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണുന്നവരുടെ കാഴ്ചപ്പാട് അത് ശരിയല്ല എന്ന് ആ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടാവും. അതിന് കുറേ ലൈക്സ് വന്നിട്ടുണ്ട്. നോർമൽ ഒരു ഹേർട്ടൊക്കെ ഇട്ടിട്ട് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാശി ബേബി നിന്നെ ഞാൻ എടുത്തിട്ട് പോരും. വാ വാ മതി കുടിച്ചത് മതി. വാ വാ വാ. വേണ്ടേ? ഇങ്ങനെ അഹങ്കാരോ? ഇനി വാ. വേണ്ടേ? എന്താ വേണ്ടാത്തെ? സോ ഇപ്പം ഇനി എന്ത് പറഞ്ഞാലും ഞാൻ ഈ ഒരു ടൈമിൽ എൻ്റെ കംഫർട്ട് അനുസരിച്ച് ഇടുള്ളൂ കേട്ടോ. ഞാനത് കൂടുതൽ കാശിൻ്റെ ഡ്രസ്സുകളാണ്. ഇതൊന്നും ഞാൻ തലമാരി വെച്ചിട്ടായിരുന്നു. ഇതിനിടയ്ക്ക് കാശിക്കുട്ടിനെ കുളിപ്പിച്ച് ഇറക്കി കാശിക്ക് ഫുഡ് കൊടുത്ത് എന്നിട്ട് ഞാൻ അവിടെ കാർട്ടൂൺ കാണിക്കാൻ എത്തിയിട്ടുണ്ട്. വീട്ടിലിപ്പോൾ ആരില്ല, ഞാനും അമ്മാമ്മയും മാത്രമേ ഉള്ളൂ. ദേവി പഠിക്കാൻ പോയി, ചേട്ടത്തിയൊക്കെ വേറെ എവിടെയും പോയിക്കില്ല, വല്യമ്മച്ചി ചേച്ചിയുടെ വീട്ടിൽ പോയി. ആരും ഇല്ല.
പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ കൂടെ കാശ് ഇരുന്നോളൂ. ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് ചെറിയ മുൻഷേട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഈ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ മീഷോന്ന് മേടിച്ചാണ്. ഞാൻ വീഡിയോ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വാഷ് ചെയ്തതിന് ശേഷം പറയാം. ഞാൻ വാഷ് ചെയ്തു കേട്ടോ. ഇവിടെ ബെഡിലിട്ടിരുന്നതാണ്, വാഷ് ചെയ്തിട്ടുണ്ട് വെച്ചാണ്. ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. 200 സംതിങ് എങ്ങാണ്ട് ഉള്ളായിരുന്നു റേറ്റ്. കളറും പോയിട്ടില്ല, പൂടയും പൊങ്ങിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. മീഷോൻ്റെ പ്രൊമോഷനല്ല, പക്ഷെ സാധനം കൊള്ളാം. ഇതിൻ്റെ ഒരു തലയാണ് ഹോറ കാണുന്നില്ല. ഇവിടെ ഇരിക്കട്ടെ, ലാസ്റ്റ് എടുത്ത് നോക്കാം. അതിൻ്റെ ഇടയിലൊക്കെ കാണും. കാണുന്നില്ല. മുക്കേൻ്റെ കിട്ടി, ഒരെണ്ണത്തിൻ്റെ കാണുന്നില്ല. ഇല്ലെങ്കിൽ ഇടാൻ നേരമായിരിക്കും ഇത് കിടന്ന് തപ്പുന്നത്. കാണുന്നില്ല. ലാസ്റ്റ് എടുത്ത് വെക്കാം, അതൊന്നും കുഴപ്പമില്ലല്ലോ. നല്ല ക്വാളിറ്റി ഉള്ള തലയണവരായിരുന്നു കേട്ടോ. എനിക്കിത് ഡ്രസ്സ് മടക്കി വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ക്ലീനിങ് ഒന്നും ഇല്ല. പിന്നെ ചെരുപ്പിൻ്റെ ഒരു ബാസ്ക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പം ഹീൽസ് ഒന്നും ഇടാൻ പറ്റാത്തതുകൊണ്ടിട്ട് എല്ലാം അതേ കണക്ക് എടുത്ത് വെച്ചേക്കുന്നു. ഇനി അതൊന്ന് മടക്കി ഒതുക്കി സെറ്റ് ചെയ്യാം. അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കണം. പിന്നെ റൂമൊന്ന് തൂക്കണം, ഒന്ന് തുടയ്ക്കണം. വേറെ എല്ലാം നീറ്റായിട്ട് കിടക്കുകയാണ്. ഈ ഡ്രസ്സ് മാത്രമുള്ളതാണ് ഞാൻ ഈ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതും മൊത്തത്തിൽ വാഷ് ചെയ്തതിന് ശേഷം എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ച് വെച്ചേക്കുമായിരുന്നു. പിന്നെ കാശിയുടെ കുറച്ച് ഉടുപ്പ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കാശിയുടെ ബർത്ത്ഡേയുടെ സമയത്ത് കാശിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ കുറേ ഉടുപ്പുകളാണ് പുതിയത്. അപ്പം അതുമുണ്ട്, അതും ഇതിൻ്റെ ഇടയ്ക്കേക്ക് കിടപ്പുണ്ട്. അപ്പം അത് ഇച്ചിരി വലിയതായിരുന്നു, അതുകൊണ്ടിട്ട് ഞാൻ അപ്പുറത്തെ അലമാരി വെച്ചു. ഇപ്പോൾ ഇതൊക്കെ കറക്റ്റായി. കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ പോയ ടൈമിൽ ഞാൻ കുറേ ഡ്രസ്സുകൾ അവിടെ വെച്ചിട്ടാണ് പോരുന്നത്. മേ ബി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ പിന്നെ എല്ലാം കൂടെ പറക്കിയെടുത്തിട്ട് കൊണ്ട് പോകണ്ടല്ലോ, അതുകൊണ്ടിട്ട് ഒരുവിധം എല്ലാം അവിടെ വെച്ചിട്ടാണ് വന്നത്. ഇതൊക്കെ ഒന്ന് പറക്കി ഒതുക്കിയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ടിവിയുടെ ഭയങ്കര സൗണ്ട് ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുട്ടീൻ്റെ സൗണ്ട് കാണും. ഭയങ്കര ഇരുട്ട് അവിടെ വെച്ചപ്പോഴത്തേക്ക് ക്യാമറ. കാര്യം ആ ഭിത്തിയിൽ ഒരുമാതിരി ഡാർക്ക് കളറാണ് അടിച്ചിരിക്കുന്നത്. ഈ സൈഡിൽ എൻ്റെ കുറേ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു. ആ ചെരുപ്പല്ല ഞാൻ ഈ കൊട്ടയ്ക്കകത്ത് തന്നെയാണ് വയ്ക്കാറുള്ളത്. അത് കറക്റ്റായിട്ട് അടുക്കി അതിൻ്റെ അകത്ത് വെച്ച്. പിന്നെ കാശിയുടെ കുട്ടി ചെരുപ്പ് അതും കൂടി അതിനകത്തങ്ങ് വെച്ച് വേണ്ട, ഇത് പുറത്ത് വെക്കാം. ഇവിടെ ഒന്ന് തൂത്തിട്ട് ബാക്കി ഇവിടെയും കൂടെ ഒതുക്കി പറക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നീറ്റാവും. തൂത്ത് ഇനി ഒന്ന് തുടയ്ക്കുക, അത്രേ ഉള്ളൂ എൻ്റെ റൂമിൻ്റെ പരിപാടി. ചൂല് കിട്ടി, ചവറൂരി കൂടെ, ചവറൂരി. അപ്പൊ ഇനിയിപ്പോ ഇവിടെ തൂക്കണം, തുടയ്ക്കണം. വേറെ പ്രത്യേകിച്ച് പരിപാടി ഇടയ്ക്ക് ഫുഡ് കഴിക്കണം, പിന്നെ പുറത്ത് കാണുന്നുണ്ട്, വേറെ പരിപാടിയൊന്നും ഇല്ല. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂമിൽ. ഇനി ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഫുഡ് കാണിച്ചു തരാം. ടി വി വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കും, അതാ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. അയ്യോ, അപ്പോഴത്തേനും ഞാൻ കുഴഞ്ഞ് ഒരു പരിവായി. മൊത്തം ക്ലീൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാറ്. ഐ തിങ്ക് ഞാൻ ഒരു വട്ടം നമ്മുടെ റൂം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. തറയൊക്കെ തുടച്ച് വൃത്തിയാക്കി. ഇത് വെക്കാനായിട്ട് വേറെ സ്ഥലമില്ലാതെ ഞാൻ ചെയറിൻ്റെ അടിയിൽ കൊണ്ട് ചേർന്ന് ഒതുങ്ങിയിരുന്നോളൂല്ലോ. പിന്നെ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതേണ്ട ഇവിടെയായിരുന്നു ആ ചെരുപ്പ് ഉണ്ടായിരുന്നത്. ആ ചെരുപ്പ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 കൊറിയർ എക്സ്ട്രാ വന്നിട്ടുണ്ട്, അതും അവിടെ വെച്ചു. എൻ്റെ കബോർഡ് കാണിച്ചു തരാമേ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇതെൻ്റെ സാരീസ് വെക്കുന്ന കബോർഡുണ്ട്. സാരിയും ബ്ലൗസും ഒക്കെ ഈ ഒരു സെക്ഷനിലാണ് വെക്കാറുള്ളത്. പിന്നെ ഇതാണ് എൻ്റെ ബെഡ്. ഈ ഒരു പ്രഗ്നൻസി പില്ലോ എനിക്ക് കാശിയുടെ ടൈമിൽ കൊളാബായിട്ട് കിട്ടിയതായിരുന്നു. സ്ലീപ്പി നാനി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ. ഞാൻ അന്ന് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പിന്നെ യൂസ് ചെയ്തില്ല. കാര്യം ബെഡിൽ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടിട്ട് ഞാനതെടുത്ത് ഈ ബെഡിൻ്റെ അടിയിൽ കബോർഡ് ഉണ്ട് കേട്ടോ. ഈ ബെഡിൻ്റെ അടിയിൽ ഒരു കബോർഡ് ഉണ്ട്. ആ കബോർഡിനകത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേന് പിന്നെ ഞാനത് പുറത്തെടുത്താണ്. ഞാൻ രാത്രി അതിനകത്താണ് കിടക്കുന്നത്. ബാക്ക് പെയിൻ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അന്ന് വാങ്ങിയപ്പോൾ 2ാമത്തെ പ്രഗ്നൻസിയിൽ അത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുമല്ലോ. നല്ലതാണ് കേട്ടോ, പ്രമോഷനല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിവ്യൂ പറഞ്ഞേ ഉള്ളൂ. പിന്നെ കാശി ബേബിനെ ഇവിടെയാണ് കിടത്താറുള്ളത്. രാത്രി ഉറങ്ങാനായിട്ട് ഞാൻ ഈ പില്ലോ മാറ്റിയിട്ട് ഞങ്ങൾ അവിടെ കിടക്കും.
കാശി ബേബി ഉറങ്ങിയതിന് ശേഷം ഞാൻ കയറി ഇതിൻ്റെ അകത്ത് കിടക്കും. പിന്നെ ഒരു വെളുപ്പിനൊക്കെ ആകുമ്പോഴത്തേന് ബേബി തന്നെ എണീറ്റിട്ട് എൻ്റെ കൂട്ടത്തിൽ വന്ന് കിടക്കും. ഈ പില്ലോയ്ക്കകത്താണ് ബേബിയും കിടക്കാറുള്ളത്. പിന്നെ ഇത് ബേബീൻ്റെയും ഗോകുവിൻ്റെയും കബോർഡാണ് കേട്ടോ. ഇതിൻ്റെ അകത്താണ് ബേബീൻ്റെയും ഗോകുവിൻ്റെയും സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഷീറ്റ് കാര്യങ്ങളൊക്കെ താഴത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കാശിൻ്റെ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ കണക്ക് ബാക്കിയെല്ലാം ഇവിടെയാണ് ദുബായിൽ വെച്ചിട്ട് വന്നത്. ഇവിടെ ഗോകുവിൻ്റെ സെക്ഷനാണ്, ഇവിടെയും ഗോകുവിൻ്റെ സെക്ഷനാണ്. പിന്നെ ഗോകുവിൻ്റെ ഒന്നും അധികം ഇല്ല, ഗോകു എല്ലാം അങ്ങ് കൊണ്ട് പോയിട്ടുണ്ടായി. ഇനി ഇത് എൻ്റെ കബോർഡ്. എൻ്റെ കബോർഡൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു സെക്ഷൻ എല്ലാം കൂടെ മിക്സാക്കി വെച്ചേക്കാണ് ഞാൻ. എൻ്റെതും ഒരുവിധം എല്ലാം ദുബായിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ മുകളിലത്തെ കബോർഡിലാണ്. താഴെ ഇന്നേഴ്സ് വെക്കും, അവിടെ ലെഗിങ്സ്, സ്കേർട്ട്, അണ്ടർ സ്കേർട്ട് അങ്ങനെയുള്ളതൊക്കെ വെക്കും. ഇവിടെ ഗൗൺസ് വെക്കും, ഇവിടെ മറ്റേ നമ്മുടെ ടോപ്പുകളും ചുരിദാറും ഒക്കെ വെക്കും. ഇവിടെ ഞാൻ വീട്ടിലിടാനുള്ളത് വെക്കും. അവിടെ മറ്റേ കുഞ്ഞിൻ്റെ സാധനങ്ങളാണ് കേട്ടോ, പുതിയ കുഞ്ഞിനുള്ളതും കാശിയുടേതുള്ളതും ഉണ്ട്. പിന്നെ ഈ ഒരു പെട്ടി ഞാൻ ഇപ്പോൾ ചേട്ടത്തിനെ കൊണ്ടിട്ടെടുത്ത് മുകളിൽ വെപ്പിച്ചാണ്. കാശിയും ജാനും കൂടി ഉരുട്ടിക്കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ